അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തമായി സിനിമയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ സിനിമയുടെ ICയിലും അതുപോലെ തന്നെ ഫിലിം ചാമ്പർ തന്ന മോണിറ്ററിംഗ് ICയുടെ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദ സെയിം ടൈം ടു അമ്മ, ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത്. ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തു വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് പറയുമല്ലോ, എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും, അല്ലെങ്കിൽ പന്തളത്തിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ, അതാണ് എരിചട്ടിന്ന് വെറുചട്ടിയിലോട്ട്, അതാണ് അവസ്ഥ ഉണ്ടായത്. അതായത് ഞാൻ മര്യാദയ്ക്ക് എൻ്റെ നിലപാടും എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും, ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്, മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കും എന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട്. എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ, ഓൺഗോയിങ് സിനിമ, പ്രൊഡ്യൂസേഴ്സ്, ഇവരുടെയൊക്കെ ബാധിക്കും. ഊഹിക്കേണ്ടവർ ഊഹിച്ചോ, നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ, ആരാണെന്ന് വെച്ചാൽ ഊഹിച്ചോ. പക്ഷെ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ? ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത്. ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക്, എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക്, ഒരു സിനിമയിൽ 5 വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. ശരിയാണ്, ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ്, പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക അവരറിയേണ്ടതാണ്. പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി. ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ ഞാൻ പോകാൻ പോകുന്നില്ല. പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിന് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും, മോശമായിപ്പോയി. അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയാസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല. അത്രയും മോശമായിപ്പോയി അവരെ കാണിച്ച പ്രവൃത്തി, ലീക്ക് ചെയ്തത്, അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിപ്പോയി. ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ? എന്നെ ഈ കാണുന്ന ഈ ആളുകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ? തീർച്ചയായും നഷ്ടപ്പെടും. അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു പറച്ചിൽ, അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ? അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലേ, എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ, ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും, വളരെ മോശമായി ബാധിക്കും. ഒരു OTT ഉണ്ടാവും അതെടുക്കാനായിട്ട്? ഇല്ല. എത്ര നല്ല സിനിമയാണെങ്കിലും, ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ OTT ഉണ്ടാവത്തില്ല. അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല. കാരണം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ ഏത് ചാനലെടുക്കും? ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല. ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സംഘടനയും ഞാൻ അടിച്ചപേക്ഷിക്കും. തീർച്ചയായും വ്യക്തിപരമായിട്ട് അവര് സിനിമയിൽ പ്രവർത്തിക്കും. അവര് തന്നെ ഇന്നലെ ഞാൻ പേര് പുറത്തു വിടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ, ഞാനും സിനിമ അംഗമല്ലേ, ഞാനും സിനിമ ഫാമിലി അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പൊ പുറത്തു വിട്ടിട്ടുള്ളത്.
വളരെ മോശം, വളരെ ഈ മോശം. സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമ സംഘടനയോ അല്ലെങ്കിൽ ഇത്തരം പരാതി കൊടുത്തവർക്കും നീതി കിട്ടിയില്ലെങ്കിൽ ഇനി സമീപിക്കേണ്ടത് പോലീസിനെയോ? ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നടപടികൾ എടുക്കേണ്ടവരെടുത്തോട്ടെ. എൻ്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് പോകത്തേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും, എനിക്ക് മോശം സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയുക എംപവർമെന്റിനോ ഞാനില്ല. ഡൺ. എംപവർമെന്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ പാടുള്ളൂ. സ്ത്രീകൾ ഇങ്ങനെ ഈ സ്വയം നിലപാട് ആർക്കാണോ അനുഭവം ഉള്ളത് അവർ സ്വയം ഒറ്റയ്ക്ക് നിലപാടെടുക്കട്ടെ. അതല്ല വേണ്ടത്. ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ, അതാണ് വേണ്ടത്. തെറ്റായ സന്ദേശം നൽകില്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾക്ക് അനുഭവം നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മറ്റു പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ രംഗത്ത് വരണ്ടേ? ഇനി മുന്നോട്ട് പോവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരാമെന്നേ. എനിക്ക് ഇവരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറായത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതുകൊണ്ടല്ലേ. അനാവശ്യ സഹായങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ വിഷമിക്കേണ്ടി വരുന്നത്. അതായത് എനിക്കെൻ്റെ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഒരു പരാതി കാരണം ഇനി ഈ സിനിമയ്ക്കെന്ന് മാത്രമല്ല അദ്ദേഹത്തെ വെച്ചെടുത്ത സിനിമകൾക്കും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു വേവലാതി, ഒരു ഗിൽറ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട്. ഞാൻ പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഇത് സപ്പോർട്ട് ചെയ്തവരാണ്. എനിക്കതാണ് ഏറ്റവും വിഷമം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്താണ് നിങ്ങളുടെ പേരോ ഈ നടന്റെ പേരോ പുറത്തോട്ട് വന്ന് ഒരു മോശം അവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ട് അതിവരെ വിശ്വസിച്ച് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് അത് തെറ്റിക്കുമ്പോൾ പിന്നെ ആരെ ഞാൻ വിശ്വസിക്കണ്ടേ? ഉറപ്പായിട്ടും ഒരു വൃത്തികെട്ട അവസ്ഥയല്ലേ ഇത്. ആരെയാണ് സിനിമ നന്നാക്കാൻ വേണ്ടി മുന്നിലിറങ്ങുന്നവർ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്വകാര്യത കീപ്പ് അപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ എന്നാലും മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ മോശമായിട്ട്. അഭിനയത്തെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല.